മനോജ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ലോകകപ്പിൻ്റെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾ നടക്കുകയാണല്ലോ. അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങളിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അർജന്റീന ഹോണ്ടുറാസിനെതിരെ വ്യക്തമായ ആധിപത്യം പുലർത്തി തന്നെയാണ് കളിച്ചിരുന്നത്. ലോക ചാമ്പ്യന്മാരാകാൻ പോകുന്ന അർജന്റീന എന്ന നിലക്ക് തന്നെയാണ് അവർ കളിയുടെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അമേരിക്കയിലെ ടെക്സാസിൽ ഉള്ള കൈൽ ഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 2 ഗോളുകൾക്കാണ് ഹോണ്ടുറാസിനെ തോൽപ്പിച്ചത്. സൂപ്പർ താരം ലയണൽ മെസ്സി ഇല്ലാതെയാണ് അർജന്റീന കളത്തിലിറങ്ങിയത്. മത്സരത്തിൻ്റെ മുഴുവൻ സമയവും പന്ത് കൈവശം വെക്കുവാനും ആക്രമണങ്ങൾ നടത്തുവാനും അർജന്റീനക്ക് കഴിഞ്ഞു. ഹോണ്ടുറാസിൻ്റെ പ്രതിരോധ നിര അർജന്റീനയുടെ മുന്നേറ്റ നിരയെ പിടിച്ചു നിർത്താൻ കഠിനമായ പരിശ്രമം നടത്തേണ്ടി വന്നു. അതിൽ അവർ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ലൗട്ടാറോ മാർട്ടിനസിൻ്റെ ആദ്യ ഗോൾ അവരുടെ പ്രതീക്ഷകൾ വളർത്തുന്നതായിരുന്നു. ഇവിടെ ആദ്യ ഗോൾ വന്നത് ഒരു പെനാൽറ്റി കിക്കിലൂടെയായിരുന്നു. 37-ാം മിനിറ്റിൽ അർജന്റീനയുടെ ഡിഫൻഡർ നിക്കോളാസ് ടഗ്ലിഫിക്കായെ ഫൗൾ ചെയ്തതിന് റഫറി പെനാൽറ്റി വിധിച്ചു. കൃത്യമായ പെനാൽറ്റിയിലൂടെ തന്നെ ലൗട്ടാറോ മാർട്ടിനസ് ഗോൾ വലയിലെത്തിച്ച് അർജന്റീനയ്ക്ക് ലീഡ് നൽകി. രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ തന്നെ 55-ാം മിനിറ്റിൽ അർജന്റീന ലീഡ് വർദ്ധിപ്പിച്ചു. ലൗട്ടാറോ മാർട്ടിനസിന്റെ ഒരു ബാക്ക് ഹീൽ പാസിൽ നിന്നും അത്ലറ്റിക്കോ മാഡ്രിഡ് താരം ഗ്യാലാനോ സിമിയോൺ തങ്ങളുടെ രണ്ടാമത്തെ ഗോൾ നേടി അർജന്റീനിയൻ ആധിപത്യം ഉറപ്പിച്ചു. സിമിയോണിന്റെ ആദ്യ അന്താരാഷ്ട്ര ഗോളായിരുന്നു ഇത്. അർജന്റീന ഹോണ്ടുറാസ് മത്സരത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാം. കാരണം അർജന്റീനിയൻ ഇതിഹാസം ലയണൽ മെസ്സിയെ പരിക്ക് മൂലം പുറത്താണല്ലോ. അദ്ദേഹത്തിൻ്റെ പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമാകാത്തതിനാൽ സ്കലോണി അദ്ദേഹത്തെ കളത്തിലിറക്കിയിരുന്നില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അത് ഒരു ശരിയായ തീരുമാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അടുത്ത ലോകകപ്പ് മത്സരത്തിനായി അദ്ദേഹത്തിന് ഒരുങ്ങേണ്ടതുണ്ട്. മറ്റ് കളിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൗട്ടാറോ മാർട്ടിനസ് മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. കളിക്കാരായ മെക്കലിസ്റ്റർ, റോഡ്രിഗോ ഡി പോൾ എന്നിവരും ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല. യുവതാരങ്ങളായ തിയാഗോ അൽമാദ, വാലന്റൈൻ ബാർക്കോ, അലസ്റ്റിൻ ഗിയാലോ തുടങ്ങിയവർക്ക് അവസരം നൽകി. ഫിനിഷിംഗിലെ പോരായ്മയാണ് ഇന്നലത്തെ കളിയിൽ അർജന്റീനയ്ക്ക് വിനയായത്. മികച്ച രീതിയിൽ ആക്രമണ ഫുട്ബോൾ കളിച്ചിട്ടും അത് ഗോളാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഇനിയുള്ള ലോകകപ്പ് മത്സരങ്ങളിൽ അവർക്ക് വിനയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ലോകകപ്പ് യോഗ്യത നേടാത്ത ഒരു രാജ്യമാണ് ഹോണ്ടുറാസ്. ഹോണ്ടുറാസിന്റെ പ്രതിരോധ നിര വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ ആക്രമണങ്ങളെ ചെറുത്തു നിന്നത്. എന്നാൽ ഹോണ്ടുറാസിന്റെ തിരിച്ചാക്രമണം ഇല്ലാത്തതുകൊണ്ട് തന്നെ എമിലിയാനോ മാർട്ടിനസിന് വലിയ ജോലികളൊന്നും ഗോൾ പോസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അർജന്റീനയുടെ മറ്റൊരു ക്ലീൻ ഷീറ്റ് മത്സരമാണ് അവസാനിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധ നിരയിലേക്ക് വന്നാൽ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യൻ റൊമേരയും ചേർന്ന ഡിഫൻഡിങ് കൂട്ടുകെട്ട് വളരെ ശക്തമായിട്ട് തന്നെ കളിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഗ്ലിയാഫിക്ക വിങ്ങുകളിലൂടെ മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. അതിൽ നിന്ന് കിട്ടിയ പെനാൽറ്റിയാണ് അവർക്ക് ലീഡ് നേടാൻ സഹായിച്ചത്. കളിയിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. അദ്ദേഹത്തിൻ്റെ ചടുലമായ നീക്കങ്ങൾ അർജന്റീനയെ ലോകകപ്പിലും വളരെയധികം സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിമിയോണിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര ഗോൾ പിറന്നത് വളരെ യാദർച്ഛികമായൊന്നുമല്ല, മികച്ച ഒരു ആക്രമണത്തിലൂടെ തന്നെയാണ് തൻ്റെ ഗോൾ അദ്ദേഹം നേടിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പരിശീലകനായ സിമിയോണിയുടെ മകനാണ് ഈ സിമിയോൺ എന്ന് നമുക്ക് പലർക്കും അറിയാവുന്നതുമാണ്. ഏതായാലും അർജന്റീന ഫിനിഷിങ്ങിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെസ്സി കൂടി വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും എന്ന വിശ്വാസം സ്കലോണിക്കുണ്ട്. ഏതായാലും ഈ മത്സരത്തിൻ്റെ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.